നമസ്കാരം, എൻ്റെ പേര് ദിവ്യ. കായംകുളം MSM കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപികയാണ്. ഈ പ്രസന്റേഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കെമിസ്ട്രി ഓഫ് നാനോ മെറ്റീരിയൽസ് പാർട്ട് 2 സെഷൻ 3 ക്യാരക്ടറൈസേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. SX BSc വിദ്യാർത്ഥികളുടെ ഇലക്റ്റീവ് കോഴ്സാണ് പാഠഭാഗം. Characterization technique നമുക്ക് ആദ്യം നോക്കാനുള്ളത് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി or scanning force microscopy, AFM, otherwise we can say it as SFM. It is a very high resolution type of scanning probe microscopy. ഇത് നമ്മൾ സർഫസ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മെയിൻലി 3D പിക്ചേഴ്സ് നല്ല ക്ലിയർ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ടെക്നിക്കാണ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AFM. ഇതിന്റെ നമുക്കൊരു നാനോമീറ്റർ സ്കെയിലുള്ള പാർട്ടിക്കിൾസിന്റെ വരെ ഇമേജസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് the information gathered by using a mechanical probe by feeling the surface. ഓക്കെ, നമ്മുടെ ഈ ഒരു സർഫസിലേക്ക് ഞാൻ ഇതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിനകത്ത് കാണാൻ നമ്മളൊരു സ്റ്റാൻഡില് PZT സ്കാനർ ഉണ്ട്. അതിന് മുകളിൽ നമ്മുടെ സർഫസ് വെച്ചിരിക്കുകയാണ്. സാമ്പിൾ സർഫസില് അൺഈവൻ സർഫസ് ആണ്. ഇതിലേക്ക് ഒരു മെക്കാനിക്കൽ പ്രോബ് ഉണ്ട്. അതാണ് ഈ ഒരു കാന്റിലിവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മെക്കാനിക്കൽ പ്രോബ് ഉണ്ട് വിത്ത് എ ടിപ്പ്. ഓക്കെ, ഇതാണ് ടിപ്പായിട്ടാണ്. ഈ കാന്റിലിവർ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാന്റിലിവർ ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, the information is gathered by feeling the surface with a mechanical probe. Then piezoelectric elements that facilitate tiny but accurate and precise movements on command enable the very precise scanning. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ് നമ്മുടെ ഈ സർഫസിൽ കൂടി മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ നോൺ കോണ്ടാക്റ്റഡ് ആയിട്ട് ചെയ്യാം. നോൺ കോണ്ടാക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജിയസ്, കാരണം സർഫസിന് ഡാമേജ് ഒന്നും വരത്തില്ല. അപ്പം ഇത് ഫ്രീ ടു മൂവ് ആണ്. ഇപ്പം നമ്മൾ ഈ പ്രോബിനെ നമ്മൾ ഈ സർഫസിൽ കൂടി സ്കാൻ ചെയ്യുമ്പോൾ ഒരു പീസോ ഇലക്ട്രിക് എലമെന്റ്സ് സർഫസിലും നമ്മുടെ ടിപ്പിലുള്ള പീസോ ഇലക്ട്രിക് എലമെന്റ്സ് തമ്മിലുള്ള ഒരു ഇലക്ട്രിസിറ്റി, പീസോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഈ കാന്റിലിവറിന് എന്ത് സംഭവിക്കാൻ, ചെറിയ ഡിഫ്ലക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ കാന്റിലിവറിൽ ഉണ്ടാവുന്ന സ്മോൾ റിഫ്ലക്ഷൻസ് ഈ ഒരു ലേസർ ബീം ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിട്ടിരിക്കുക. ഈ ലേസർ ബീം എന്ത് ചെയ്യും, കാന്റിലിവറിനെ ടച്ച് ചെയ്ത് ഒരു ഫോട്ടോ ഡയോഡിലായിട്ടൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്കാനിങ് ടൈമിൽ നമ്മുടെ ഈ കാന്റിലിവറിന്റെ ഈ മൂവ്മെന്റ് കാരണം ഈ ലേസർ ബീമിന് ഡിഫ്ലക്ഷൻ വരുന്നുണ്ടാവും. ഈ ഡിഫ്ലക്ഷൻ ഈ ഫോട്ടോ ഡയോഡിൽ രേഖപ്പെടുത്തും. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ സർഫസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അതാണ് സിമ്പിൾ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. Okay, the information is gathered by feeling the surface with a mechanical probe. Piezoelectric elements that facilitate tiny but accurate and precise movements on command enable the very precise scanning. Okay, and the cantilever used either it can be silicon or silicon nitride. Okay, then when the tip is brought into proximity of the sample surface, forces between the tip and the sample lead to a deflection of the cantilever according to Hooke's law. Typically, the deflection is measured using a laser spot reflected from the top surface of the cantilever into an array of photodiodes. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി what are the advantages of AFM over electron microscopes? ഇത് എക്സാമിനേഷന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, atomic force microscopy it provides a 3D image of the sample.
samples viewed by AFM do not require any special treatment. നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ it work perfectly well in ambient air or even in a liquid environment. Okay, AFM can provide higher resolution than SEM. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ട് കിട്ടുന്നതിനെക്കാട്ടിലും ഹയർ റെസൊല്യൂഷനിലാണ് നമുക്ക് എന്തെന്ന്, അതായത് ക്ലാരിറ്റി വളരെ കൂടുതലായിട്ടാണ് AFM കിട്ടുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് 3D ഇമേജസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി എ 2D ഇമേജ് ഓഫ് samples viewed by AFM do these electron microscopes require special treatments. Okay, special treatment കൊടുത്ത് വേണം നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ലൈക്ക് മെറ്റൽ ഓർ കാർബൺ കോട്ടിങ്സ് നമ്മൾ കൊടുക്കണം. ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജസ് needs an expensive vacuum environment for proper operation. Okay, these are the disadvantages of electron microscope over AFM. And these are the disadvantages of AFM. Single scan image size can only image, the AFM can only image a maximum height on the order of 10 to 20 micrometers and a maximum scanning area of about 150 by 150 micrometers. ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ മാക്സിമം അതിന്റെ സൈസ് അനലൈസ് ചെയ്യാവുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 to 20 മൈക്രോമീറ്റർ ഹൈറ്റിലും അതുപോലെ 150 by 150 ഏരിയയിലും ഉള്ളതിന് മാത്രമേ ഇതിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഇമേജ് ആർട്ടിഫാക്ട്സ് വരാം, അതുപോലെ ഹിസ്റ്ററിസിനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് AFMന്റെ ഡിസഡ്വാൻറ്റേജസ്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്താ ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്യാനായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. Okay, these are the advantages and disadvantages of AFM over electron microscope. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. This is a special type of electron microscope. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് സെമ്മിനെ കുറിച്ച്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെം, അത് നമുക്ക് നോക്കാം. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്സിനെയാണ്, ഇലക്ട്രോൺസിന്റെ പാറ്റേൺ ആണ് നമ്മൾ സ്കാൻ ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഇജക്ട് ചെയ്തു വരുന്ന ഇലക്ട്രോൺസിന്റെ പാറ്റേൺ ആണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത്. മറ്റേ AFMനകത്ത് നമ്മൾ അതിന്റെ കാൻഡിലിവറിന്റെ പൊസിഷൻസ് നമ്മൾ ഒരു ലേസർ ബീം വെച്ച് ഡിഫ്ലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇവിടെ എന്ന് പറയുന്നത് ഇജക്റ്റഡ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് ഉണ്ട്, അതർവൈസ് നോൺ ആസ് സെക്കൻഡറി ഇലക്ട്രോൺസ്. അവരുടെ പൊസിഷനിങ് ഒക്കെയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. A scanning electron microscope is a type of electron microscope that produces images of a sample by scanning it with a focused beam of electrons. And these electrons interact with the atoms in the sample, okay, atoms in the sample surface, and produces various signals that can be detected and that contain information about the sample surface topography and composition. ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താകാമെന്നറിയോ? These signals include secondary electrons. Okay, that signals include എന്താണ്, secondary electrons or backscattered electrons, diffracted backscattered electrons, then photons, visible light and heat. Okay, the electron beam is generally scanned in a raster scan pattern and the beam's position is combined with a detected signal to produce an image. നമ്മൾ ഈ പറഞ്ഞ സിഗ്നൽസ് ഉണ്ടല്ലോ, അതായത് സെക്കൻഡറി ഇലക്ട്രോൺസും backscattered electrons, diffracted backscattered electrons, these are used to determine this crystal structure and orientations.
The photons, X-ray photons ഒക്കെ വരുവാണ് used for elemental analysis, visible light and heat. Okay, ഈ ഇവരുടെ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സർഫസ് ടോപ്പോളജി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം ഇതുപോലെ ഇലക്ട്രോൺ സോഴ്സിൽ നിന്ന് ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് പോരുകയാണ്. ഇലക്ട്രോൺ എസെൻഷ്യൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗൺ, then ഇലക്ട്രോൺ ലെൻസസ് ഉണ്ടാകും, or condenser lenses, then sample stage, detectors and display output devices. Okay, ഇനി അതുപോലെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ഇഫക്റ്റ് വരാനായിട്ടുള്ള ചാൻസ്, കാരണം എന്താ, കൊളീഷൻ നടക്കുന്നുണ്ട്. കൊളീഷൻ കാരണം നമുക്ക് ഹീറ്റ് എനർജി വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ കൂൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കൂളിംഗ് സിസ്റ്റംസും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സെക്കൻഡറി ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഈ വിധം അനലൈസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡറി ഇലക്ട്രോൺസ്, അതായത് ഈ ഇലക്ട്രോൺ ബീംസ് വന്ന് ഇവിടെ സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പുതിയ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇജക്റ്റഡ് ഇലക്ട്രോൺസിനെയാണ് ബാക്ക് ഇലക്ട്രോൺ, സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അവരുടെ ഡിഫ്ലക്ഷൻ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്, അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ സർഫസ് പ്രോപ്പർട്ടീസ് നമ്മൾ തീരുമാനിക്കുന്നത്. ഫോർ കൺവെൻഷണൽ ഇമേജിംഗ് ഇൻ ദ സെം, സ്പെസിമെൻ മസ്റ്റ് ബി ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ്. നമ്മൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞായിരുന്നല്ലോ. AFM-ന് അത് നമുക്ക് നമുക്ക് ആശേഷം നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്കാൻ ചെയ്തെടുക്കാം. പക്ഷേ സെം വെച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ സർഫസിന് ഒരു കോട്ടിങ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഉള്ളവരാണെങ്കിൽ മാത്രം മെറ്റാലിക് കോട്ടിങ് കൊടുത്താലേ നമുക്ക് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് നമുക്ക് സാമ്പിൾ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ കറന്റ് യൂസ് ഫോർ സ്പെസിമെൻ കോട്ടിംഗ് ഇൻക്ലൂഡ് gold or palladium alloy, platinum, osmium, iridium, tungsten, chromium and graphite. Additionally, coating may increase signal to noise ratio for samples of low atomic number. Okay, so ഇതെല്ലാമാണ് എന്തിന്റെ പ്രത്യേകതകൾ, സ്കാനിംഗ് ഇലക്ട്രോൺ. Then next we have to consider scanning tunneling microscope, which is also used for characterization of nanomaterials. Okay, this scanning tunneling microscope can be represented as STM. And a picture ആണ് നമ്മൾ ഇതിന്റെ. അറ്റോമിക് ലെവൽ സർഫസ് ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ STM എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസ്കവറിയിലേക്ക് ജെറാർഡ് ബിന്നിങ് ആൻഡ് ഹെൻറി ക്രോഹറിന് 1986 നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഇവരുടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എയർ, വാട്ടർ ആൻഡ് വേരിയസ് അതർ ലിക്വിഡ് ഓർ ഗ്യാസ് ആംബിയൻസ്. ഓക്കെ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ 0 Kelvin to few hundred degrees Celsius വരെ നമുക്കിത് സ്റ്റേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് STM-ന് ഉണ്ട്. ഈ ഒരു പിക്ചറിനകത്ത് നമുക്കൊരു ഈ സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു വോൾട്ടേജ് കൊടുക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടക്ടിങ് ടിപ്പ് ഉണ്ട്, സാമ്പിൾ സർഫസ് ഉണ്ട്. സാമ്പിൾ സർഫസ് ആണ് ബ്ലൂ ബോൾസ് ആയിട്ട് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, സാമ്പിൾ സർഫസ് മോളിക്യൂൾസ് ആണ്. അതുപോലെ റെഡ് ബോൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കണ്ടക്ടിങ് ടിപ്പിന് അറ്റത്തുള്ള ആറ്റംസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വാണ്ടം ടണലിംഗ് എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്, ടണലിംഗ് ഈസ് ആൻ ഇഫക്റ്റ് ഓഫ് ദ വേവ് ലെങ്ത് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. When an electron hits a barrier, the wave, that is the electron wave, does not end abruptly but tapers off very quickly exponentially. അപ്പോൾ അത് ആ ഇലക്ട്രോൺ വേവ് അതിന്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്, അത് സ്റ്റോപ്പ് ആയെങ്കിൽ പോലും അത് കുറച്ചുകൂടെ മുന്നോട്ട് മൂവ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ്, ആ ഒരു വേവ് പാത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് അത് സ്റ്റോപ്പ് ആയി വരുന്നത്. ഓക്കെ, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ വോൾട്ടേജ് നിന്നു. അപ്പൊ ഇലക്ട്രോൺ മൂവ്മെന്റ് ആ ഒരു എക്സ്ട്രാ മൂവ് ചെയ്യുന്ന ആ ഒരു
പൊസിഷനാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടണലിംഗ് ഇഫക്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ടിപ്പിനും സാമ്പിൾ സർഫസിനും ഇടയിലേക്ക് ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സാമ്പിൾ സർഫസ് ടിപ്പിൽ നിന്ന് നമ്മളുടെ ഈ ഒരു സാമ്പിൾ സർഫസിലേക്ക് ഒരു ടണലിംഗ് കറണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഈ ടണലിംഗ് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ടണലിംഗ് വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി that is the STM is based on the concept of quantum tunneling. When a conducting tip is brought very near to the surface to be examined, a voltage difference is applied between the two and can allow electrons to tunnel from the vacuum between them. The resulting tunneling current is a function of tip position, applied voltage and local density of states of the sample. Information is acquired by monitoring the current as the tip position scans across the surface and is usually displayed in an image form. Okay, tunneling current എന്ന് പറയുന്നത് എന്താണ്? It's a function of the position of tips, conducting tip. Okay, conducting tipന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ആ ടണലിംഗ് കറണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അത് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർഫസ് സ്കാനിങ് കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്, STM യൂസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്, നല്ല ക്ലീൻ സർഫസ് വേണം, ക്ലീൻ ആൻഡ് സ്റ്റേബിൾ സർഫസ് വേണം, ഷാർപ്പ് ടിപ്സ് വേണം, എക്സലന്റ് വൈബ്രേഷൻ കൺട്രോൾ ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഇലക്ട്രോണിക്സ്. ഇത്രയും അതിന് നമ്മൾ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ this STM can be used as an excellent characterization tool for these nanomaterials. നമ്മുടെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഡിഫറെന്റ് ക്യാരക്ടറൈസേഷൻ ടൂൾസ് ഓഫ് നാനോമെറ്റീരിയൽസ്. ദിസ് ഇൻക്ലൂഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് atomic force microscopy, then scanning electron microscopy and scanning tunneling microscope. Okay, references ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡോക്ടർ ടി പ്രദീപിന്റെ നാനോ ദ എസെൻഷ്യൽസ് ആൻഡ് സുലഭ കുൽക്കർണിയുടെ നാനോ ടെക്നോളജി ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. ഇതാണ് മെയിൻ റെഫറൻസസ് ആയിട്ട് എടുത്തത്. അതുകൂടാതെ ഗൂഗിൾ, വിക്കിപീഡിയ, അതുപോലെ ഡിഫറെന്റ് ആർട്ടിക്കിൾസ് അവൈലബിൾ ഇൻ ദിസ് ഗൂഗിൾ. Thank you.